ഹായ് ഓൾ, വെൽക്കം. നിങ്ങളിവിടുത്തെ കനേഡിയൻ ജോബ് ഫെയർ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ഒരു ജോബ് ഫെയറിന് പോവാണ്. അതായത് ഞങ്ങളുടെ കോഴ്സ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഇൻ്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ കോഴ്സ് നെക്സ്റ്റ് മന്ത് കഴിയാണ്, ഡിസംബർ കഴിയാണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ജോബ് ഫെയറിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ക്രൂഷ്യലാണല്ലോ. അപ്പോൾ ഇന്ന് ടൊറൻഡോയിൽ ഒരു ജോബ് ഫെയർ നടക്കുന്നത്, അതായത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, ഭാവി ഫ്യൂച്ചർ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിങ്സ്റ്റണിൽ നിന്ന് ടൊറൻഡോയിലേക്ക് പോവാണ്. കിങ്സ്റ്റണിൽ നിന്ന് ടൊറൻഡോയിലേക്ക് എന്ന് പറയുന്നത് 3 മണിക്കൂറുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ലോങ് ട്രാവൽ ചെയ്തിട്ടാണ് ജോബ് ഫെയറിന് പോകുന്നത്. കാരണം ആ ജോബ് ഫെയറിൽ നിന്ന് എന്തെങ്കിലും ജോബ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജോബ് കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ജോബ് ഫെയർസിലൊക്കെ അറ്റൻഡ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എന്നാലല്ലേ നമുക്ക് പിന്നീടല്ലേ ജോബ് കിട്ടൂലേ എന്നുള്ളതൊക്കെ അറിയുള്ളൂ. അപ്പം നമ്മളിന്ന് ടൊറൻഡോയിൽ പോകാൻ ഞാനപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ജോബ് ഫെയർ നടക്കുന്നത്, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാലിയ ബ്ലോസംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 3 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോകാൻ നമുക്ക് ബസ്സുണ്ട്. പക്ഷെ കുറച്ച് ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് 2 ദിവസം മുന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബസ്സൊക്കെ അറേഞ്ച് ചെയ്താലും ബസ്സിന് എന്തായാലും $40. അപ്പോൾ അങ്ങോട്ടേക്ക് $40, ഇങ്ങോട്ടേക്ക് $40. അപ്പോൾ എന്തായാലും ഒരു $80 ചിലവാകും. പിന്നെ അതുമല്ല, ബസ്സെന്ന് പറയുന്ന ഒരൊറ്റ പെർട്ടിക്കുലർ ടൊറൻഡോ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റോപ്പിൽ നിർത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെയും നമ്മൾ ഊബർ വിളിച്ചിട്ടൊക്കെ പോകണം. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് 4 പേര് കൂടിയിട്ട് 3 പേര് കൂടിയിട്ട് ഒരു വണ്ടി എടുക്കാമെന്ന് ഓർത്ത്. വണ്ടി മീൻസ് അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ പുറത്ത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല, ഇത് ഡോറിൻ്റെ അകത്തേക്കാണ്. നല്ല തണുപ്പും മഴയും കാറ്റൊക്കെ ഉണ്ട്. അത് കാരണം വണ്ടി വന്നിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത്. വെയിറ്റിംഗ് ഗൈസ്, വെയിറ്റിംഗ്. ഹായ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറിലിരിക്കുകയാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട് ഹണി മോൾ ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട് ശ്രുതി. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ 4 പേരും കൂടെ ടൊറൻഡോ പോവാൻ. ഇവിടെ നല്ല മഴയുണ്ട്. അപ്പൊ പോകുന്ന വഴിയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കാം. സത്യത്തിൽ ഗൈസ്, നമ്മൾ ജോബ് ഫെയറിനല്ല, ഇതിപ്പോ നമ്മൾ തീറ്റമ്പലത്തിന് പോയ ഈ കവർ മൊത്തം നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാ. കണ്ട വാട്ട സ്വർഗം. ഇത് ട്രീസ് കണ്ടില്ലേ? വിൻ്റർ ആയത് കാരണം ഇപ്പോൾ ഒന്നിലും ഇലകളില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ മഞ്ഞ് വീഴും എന്ന് ഇപ്പം അടുത്ത ആഴ്ചയൊക്കെ കാണിക്കുന്നുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച തന്നെ മഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഗോ ട്രെയിനാണ് കാനഡയിലെ. എനിക്ക് തോന്നുന്നു ചിലവ് പൈസ കുറവാന്ന് തോന്നുന്നു ഇതിന്. ഇത് കാണാറുണ്ട് ഇവിടെ. സ്റ്റേഷനാണോ അതല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് പിടിച്ചിട്ടേക്കണേന്നറിയില്ല. നമ്മളിപ്പോൾ ടൊറൻഡോയുടെ
ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ജസ്റ്റ് 6 കിലോമീറ്റർ അവേ. എനിക്ക് അറിയില്ല, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ CN ടവർ കാണുന്നുണ്ട് നമ്മളുടെ ഐസ് കൊണ്ടിട്ട്. പക്ഷെ ഇതില് അതെ ഫോഗ് ഉള്ളത് കാരണം എന്തോരം വിസിബിൾ ആണെന്ന് അറിയില്ല. CN ടവർ മീൻസ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു ടവറാണ്. എത്ര ഹൈറ്റ് അതെനിക്കറിയില്ല. CN ടവർ ഇവിടെ ടൊറന്റോയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ ബിൽഡിങ്സ് കാണാം. നമ്മുടെ കിങ്സ്റ്റൺ പോലെ വില്ലേജ് അല്ല, ദിസ് ഇസ് സിറ്റിയാണ്. അവിടെ നമുക്ക് ദൂരെ CN ടവർ കാണാം. CN ടവറിന്റെ ഹൈറ്റ് നമ്മൾ നോക്കിയപ്പോൾ 553.3 മീറ്റർ ആണ്. അല്ല, ഞാൻ ഗൂഗിളിൽ നോക്കിയ. പിന്നെ എന്താ CN മീൻസ് കനേഡിയൻ നാഷണൽ എന്നാണ്. കനേഡിയൻ നാഷണൽ 1947 ഇത് നിർമ്മിച്ചത്. ഓ, അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവരത് പണിയായിരുന്നു. ഇവിടെയാണ് നമ്മളുടെ ജോബ് ഇന്റർവ്യൂ നടക്കുന്നത്. ഷെറാട്ടൺ ഹോട്ടലായിരിക്കും, അറിയില്ല. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാണ്. നമ്മൾ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലാ. ഇതായിരുന്നു ഹോട്ടൽ. നമ്മൾ പാർക്ക് ചെയ്തപ്പോൾ കുറച്ചപ്പുറത്ത് മാറിയാ പാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ നടക്കേണ്ടി വന്നു, റോഡ് ക്രോസ് ചെയ്ത് നടക്കേണ്ടി വന്നു. ദിസ് ഈസ് ദ ഹോട്ടൽ ആൻഡ് ഇവിടെയാണ് ജോബ് ഫെയർ നടക്കുന്നത്. ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ അപ്ലൈ ടു എഡ്യൂക്കേഷൻ 10 to 3 PM. അവിടെയാണ് നമ്മൾ പോണത്. നോക്കാം എന്തായാലും. ഇവിടെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന അലൗഡ് അല്ലായിരിക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നോക്കി. ഈ ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് നടുക്ക് ഒരു വാട്ടർഫോള്, അതുപോലെ എന്താ ഒരു ലേക്കല്ല, ഒരു പോണ്ട് പോലത്തെ സെറ്റപ്പ്. നല്ലതാ. ഇതിവിടെ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഗായ്സ്. നല്ല ഹോട്ടലല്ലേ, നല്ല സെറ്റപ്പ്. ഇത് നോക്ക്, സൂപ്പർ. എന്താണോ ഫ്ലവറിന്റെ എന്തോ സെറ്റപ്പില് നല്ല ഭംഗിയുണ്ട്. ഇനിയും നമ്മൾ താഴേക്ക് പോകണം. എന്താ ഇവിടെയാണ് ദ റിസപ്ഷൻ. നമുക്ക് നോക്കാം, അതിൻ്റെ ഉള്ളിലിരിക്കാം ജോബ് ഫെയർ നടക്കുന്നത്. ഇവിടെ ജോബ് ഫെയർ നടക്കുന്ന സ്ഥലമാണ്. ഇതുപോലെയുള്ള ഓരോ കൗണ്ടേഴ്സ് ഉണ്ടാവും. നമ്മളവിടെ ചെല്ലുക. ചിലവർ റെസ്യൂമെ അക്സെപ്റ്റ് ചെയ്യും, ചിലർ ഓൺലൈനായിട്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഇതാണ് സ്ഥലം. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അവരെന്താ ഇനി ഫർദർ ചെയ്യേണ്ടതെന്ന് പറയും. ഇതായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ഓരോ സംഭവങ്ങൾ കിട്ടും. ഒരു പേന കിട്ടി, ഒരു ലിപ് ബാം കിട്ടി, പിന്നെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ബ്രോഷേഴ്സ് ഉണ്ടാവും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോൾ കുറേ എടുത്ത് പോയി, അത്യാവശ്യം എടുത്ത് പോയി. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഇനി പോകുള്ളൂ. എൻ്റെ കൂടെ വന്നവരെ കണ്ടുപിടിക്കണം. കുറേ എടുത്തുണ്ട് കേട്ടോ ഇതുപോലെ ഒരു സ്ഥലം, ഒരു സെഷൻ, രണ്ടാമത്തെ സെഷൻ, മൂന്നാമത്തെ സെഷൻ, അങ്ങനെ കുറേ സെഷൻസ് ഉണ്ട്. നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതാണ് ഇവിടെ നിന്ന് നടന്നത്. ഇതായിരുന്നു നമ്മുടെ ജോബ് ഫെയർ നടന്ന സ്ഥലം. ഇത്രയും ഏരിയ ഉണ്ടായിരുന്നു. ഇതൊരു ഹോട്ടലായിരുന്നു ആക്ച്വലി. നമ്മൾ കണ്ടില്ലായിരുന്നോ വന്ന വഴിക്ക്? ഇത് ഇൻ്റർവ്യൂ റൂമാണ് കേട്ടോ. അതായത് ഈ നമ്മളുടെ ജോബ് ഫെയറിൽ വന്ന് അവരുടെ റെസ്യൂമൊക്കെ നോക്കിയിട്ട്
അവർക്ക് നല്ലതായിട്ട് തോന്നുന്ന ആൾക്കാർ, സ്യൂട്ടബിളായിട്ട് തോന്നുന്ന ആൾക്കാർ ഇവർ അപ്പം തന്നെ ഇൻ്റർവ്യൂ ചെയ്യും. അങ്ങനെയുള്ളൊരു റൂമാണ് ഇൻ്റർവ്യൂ റൂം. പിന്നെ ഇത് കാണുന്നത്, ഇതിപ്പോൾ തീരാറായിട്ടാ, ക്ലോസിങ് സമയമായി. 3 മണി വരെയാണ്. ഇവിടെ ഏകദേശം 2:45 അപ്പോൾ ഇവിടെ എല്ലാവരും ക്ലോസ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും ഭാഗം ഈ ജോബ് ഫെയർ നടന്ന സ്ഥലമാണ്. ഇടയ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ സംഭവങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെയും ഉണ്ട്. പിന്നെ വാഷ്റൂം ഉണ്ട്, റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം അവിടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജോബ് ഫെയർ. ഞാനും കൊടുത്തായിരുന്നു കുറച്ച് റെസ്യൂമേസ്. പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാരും അവർ പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കോഴ്സ് ഇതുവരെ തീർന്നിട്ടില്ല, ഡിസംബറിൽ തീരുള്ളൂ. പിന്നെ OCT എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഒണ്ടാരിയോ കോളേജ് ഓഫ് ടീച്ചർ, അത് ഞങ്ങൾ അപ്ലൈഡ് സ്റ്റാറ്റസാണ്, നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ ഇത് കഴിഞ്ഞു, ജോബ് ഫെയർ കഴിഞ്ഞു. നമ്മൾ ടാറ്റാ ബൈ ബൈ പറയുന്നു. നമ്മൾ ഇനി പോവാം. ഈ ഹോട്ടല് സൂപ്പറാട്ടാ, നൈസ് ആംബിയൻസ് ആണ്. അതേ നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ട മറ്റേ എന്തുവാ പൂവ്, നല്ല തിരക്കും ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ എവിടെ പോകണം, കറങ്ങാനൊന്നും സമയമില്ല. ഇപ്പോൾ ഏകദേശം 3 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാനേ പോവുള്ളൂ. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ നോക്കണം. ഇതാ നമ്മൾ കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഹോട്ടല്. ഇല്ലാണല്ലേ, നല്ല സൂപ്പർ പ്ലേസ്. ഐ ലൈക്ക് ദിസ് പ്ലേസ്. ഇതാ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ഫൗണ്ടെയിൻ. ഇനി ഇതുവഴി നമ്മൾ പോകണ്ട. നല്ല തണുപ്പുണ്ട്. ജാക്കറ്റ് വണ്ടിയിലാണ്. നമ്മൾ വിചാരിച്ചില്ല പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നടക്കണം എന്ന് വിചാരിച്ചില്ല. നല്ല തണുപ്പുണ്ട്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മേ നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ചുമ്മാ ഇവിടെ ഒന്ന് വന്നേക്കാ. ഇത് കണ്ടില്ലേ, ടൊറൻഡോ എന്ന് പറഞ്ഞ സിമ്പല്. ഇത് നമ്മൾ ടൊറൻഡോ എന്ന് പറഞ്ഞ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എവിടെ നോക്കിയാലും കാണാമല്ലോ. അപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല വലിയ കെട്ടിടങ്ങൾ. ചില സമയത്ത് ഈ സിറ്റി ലൈഫ് നല്ലതാണല്ലേ, നല്ലതാ. കാരണം നമ്മൾ ആ ഒരു നമ്മളുടെ ആ വില്ലേജ് വൈബിൽ നിന്നൊക്കെ മാറി ഇടയ്ക്ക് മാത്രം, എനിക്കങ്ങനെ പേഴ്സണലി സിറ്റി അങ്ങനെ ഇഷ്ടമല്ല, ഇടയ്ക്ക് മാത്രമൊക്കെ ഇങ്ങനെ വന്ന് കാണുന്നതൊക്കെ വളരെ നല്ലതാണല്ലേ. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇവിടെയായിരുന്നു നമ്മൾ വന്നിട്ട് ഫോട്ടോ എടുത്തത്. ഇതാണ് ടൊറൻഡോയുടെ ഹാർട്ട്. ഡാലിന് ഒരുപാട് സന്തോഷ ദിവസമാണ്. കാരണം ഡാലിയുടെ കൂടെ ആരുള്ളത്? ഹണിമൂൺ. ഡാലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാസിൽ ബിൽഡിംഗ് ആണ്. ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഡാലിയുടെ ആഗ്രഹം. അതുകൊണ്ട് ഏറ്റവും മുകളിലത്തെ അപ്പാർട്ട്മെന്റ് ഞാൻ അങ്ങോട്ട് ബുക്ക് ചെയ്തു. കൊണ്ടുപോകല്ലേ? എങ്ങനെ ഇതാ നോക്കിയ ടൊറൻഡോക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു തുടങ്ങി. കുഴപ്പമില്ല, അതാണ് സ്വാഭാവികമാണ്. അടുത്ത് കാണിച്ചനുസരിച്ച് പൊക്കോ. ഇതാണ് ടൊറൻഡോയുടെ ബസ്. നമ്മുടെ ഇവിടെ നീല ബസ്, ഇവിടെ റെഡ് ബസ്. എന്തുകൊണ്ടാണാവോ? ഇവിടെയാണ് നമ്മൾ വന്നത്.
കേരള കണ്ട മിസ്റ്റർ ജോൺസ് കേരള കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ടൊറന്റോന്ന് 1 hour വന്നായിരുന്നേ, 1 hour അല്ല, ഹാഫ് ആൻ അവർ വന്നു. നല്ല ഇതാണ്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ അത് കാരണം നമ്മളിവിടെ വന്നു ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മളിവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എന്താ കല്യാണ ബിരിയാണി അങ്ങനത്തെ എന്തോ സാധനം പറഞ്ഞു. അതിവിടെ മെനുവിലില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടെ. അവിടെ കുറേ റൈറ്റിങ്സ് എഴുതിയിരിക്കുന്നു. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ നമ്മുടെ മലയാളം പാട്ടുകൾ വെച്ചിരിക്കുന്നു. ഇത് മലയാളി കേരള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആംബിയൻസ് ഉണ്ട്. നോക്ക്, പഴംപൊരി കുറേ നാളായിട്ടാ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചിട്ടേ ഇല്ല പഴംപൊരി. സോ നമ്മൾ പഴംപൊരിയും ചായയും ഒത്തന്റിക് ടേസ്റ്റ് എന്നറിയാം. എന്തായാലും മിസ്റ്റർ ജോൺസിൽ ഒന്ന് പഴംപൊരി കഴിക്കണം. ഡാലിയ എന്താ വന്നേക്കണത്? ഇത് നിന്നെ കൊണ്ട് താങ്ങോ? നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരു ജോബ് ഫെയറിന് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ ഭക്ഷണവും എടുത്തിട്ട് പോകുന്നുണ്ട്. നല്ല ഫുഡായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്പെഷ്യൽ കല്യാണി ബിരിയാണി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. അപ്പോൾ നമ്മളിവിടെ പോവാണ്. നമ്മളിനി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ബൈ ഡാലിയ. See you in the next video. നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. ബൈ ബൈ.